ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മൾ മൂന്നാർ വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നിട്ടൊരു 2 മണിയായപ്പോഴാണ് എത്തിയത്. നമ്മളിന്നിട്ട് റൂം എടുത്തു. ഇതിപ്പോൾ രാവിലെ നമ്മളിത് റെഡി ആയിട്ട് കറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആവാണ്. നമ്മളിത് ചെറിയ റൂമാണെങ്കിലും അടിപൊളി നല്ല ഇതൊക്കെ ഉണ്ട് കേട്ടോ. റൂമിൽ കാണിച്ചു തരാം. മൂന്നാർ റോക്ക് എന്ന് പറയുന്ന ഒരു റൂമാണ് കേട്ടോ. പക്ഷെ അടിപൊളി തന്നെയാണ്. നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് പുറത്തുനിന്ന്. നമ്മൾ ഇത്ര മണിക്കൂറിനുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞു. നമ്മൾ പിന്നെ പോണ വഴിക്കാണ്. ഇനി റൂം എടുക്കുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. രാവിലെ തന്നെ അവിടെ മൂലയ്ക്ക് ചായ കുടിച്ചു, പാൽ ചായ കുടിച്ചു എല്ലാവരും കൂടി പോയിട്ട്. ഇനി ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോകുന്നുള്ളൂ. ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ എപ്പോഴും വോയിസ് ഇങ്ങനെ കേറ്റാ ചെയ്യാറ്. നിറച്ച് നല്ല തിരക്കുണ്ട്, വണ്ടികൾ കുറേ പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കി പോവാം. നമുക്ക് റൂം കണ്ടാലോ? എല്ലാവരും ഒരുങ്ങാണ്. ഇതൊരു റൂം. അവിടെ എല്ലാവരും ഒരുങ്ങാണ്. ഇതാണ് അളിയൻ ഷംസു, മൂത്തളിയൻ. അന്ന് വന്നത് 2ാമത്തെ അളിയൻ. പിള്ളേര്. ഹലോ. ഫുഡ് കഴിക്കണ്ട. സെൽഫി അടിച്ചു. വീട്ടിൽ കൊണ്ടുപോയി അതെടുക്കാം. ബ്ലോക്കാം. അതിൻ്റെ ഉള്ളിൽ നേരത്തല്ലേ അവിടാണ് തീർന്നോ? ഇത് വണ്ടി പാർക്ക് ചെയ്തിട്ട് മേഖല കൊണ്ടേ നിർത്തി.
ബ്ലോക്ക് നല്ല തിരക്കാ. വൺ സൈഡ് പോകും. അടി നോക്കി ഇറക്കുമല്ലേ. അവിടെ തിരക്കായി കാരണം ഇറങ്ങി നടന്നതാ. കാറും കൊണ്ട് അവര് പോയി, നമ്മൾ നടക്ക. അല്ല വീഡിയോയാ. വണ്ടി എവിടെയാവും? ആ അവിടെ വെച്ചു. ഞാൻ നല്ല ഉറക്കാം. നല്ല കുരങ്ങനല്ലേ ഇനി നേരെ വട്ടവട. വട്ടവടക്കാണ് അല്ലേ? ഞാനും മിന്നും അച്ഛൻ മാത്രം ഈ ഡ്രസ് ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇതൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. സോ നമ്മളിപ്പോൾ ഇനി പോകുന്നത് വട്ടവടയ്ക്കാണ്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വ്യൂ ആണ്. സാധാരണ പോലെ നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ ഇതിൽ കാണിച്ച് തരാം കേട്ടോ, ബാക്ക് ക്യാമറയിൽ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവരൊക്കെ ഇത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക. ഞാനിങ്ങോട്ട് മാറി നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. സോ ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ്. വട്ടവട പോവാന്ന് വെച്ച് നിന്നതായിരുന്നു. പക്ഷെ നല്ല ബ്ലോക്ക്, അസൽ ബ്ലോക്ക്. നമ്മൾ നേരെ തിരിച്ച് പോന്നു. ചോളം വേണോ? ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പിള്ളേരെയും കൊണ്ട് പാർക്കിലേക്ക് പോവാണ്. എന്താണ് ജസ്ന യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? നമുക്ക് വട്ടവടക്ക് പോകാൻ പറ്റിയില്ല അല്ലേ? കാരണം അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. 5 കിലോമീറ്റർ അങ്ങാണ്ട് നല്ല ബ്ലോക്കായി കിടക്കായിരുന്നു. അതെ, ബ്ലോക്കിൽ ഫുള്ള് കൊണ്ടും പണി. ഞങ്ങൾ ഇവിടെ ഇറങ്ങിപ്പോന്നു. ഇവിടുത്തെ പെട്രോളൊക്കെ അടിച്ചിട്ട് അവിടെ
യെസ്, പക്ഷെ ഞങ്ങൾ നല്ല കോട കണ്ടു കേട്ടോ. നല്ല കോടമഞ്ഞ് ഒക്കെ അത്യാവശ്യം നമുക്ക് യാത്ര എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഫുഡായിരുന്നു ഞങ്ങളുടെ മെയിൻ. അതെ. പിന്നെ ഇതേ പിള്ളേരെ കൊണ്ട് നമ്മൾ പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ ഈ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പാർക്ക് വരുന്നത്. കാണിച്ചു തരാം. അവരിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കൗണ്ടറിൽ. വേസ്റ്റും ഒരു വൃത്തിയില്ല ഒന്നിനും. നല്ല പാർക്കാ. ഇവിടെ ഇതൊക്കെ ഉണ്ട്. മറ്റേ കണ്ടോ, നല്ല വ്യൂവാ. പാർക്കൊക്കെ കാണാൻ അടിപൊളിയാ. പാർക്ക് കാണാൻ അടിപൊളി. ഇവിടേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരു വലിയൊരു കാഞ്ച് 25 രൂപ, ചെറിയൊരു കാഞ്ചാൽ 10 രൂപ. അങ്ങനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ, കാഴ്ചകൾ കാണാനായിട്ട്. കാണിച്ചു നല്ല തണുപ്പായില്ലേ? നല്ല തണവായി. ഇതെന്താ അവനിക്കടുത്ത് അളിയാ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എന്നാലും ഒന്ന് വിവരിക്കൂ യാത്രേനെ. എന്നാലും ഒന്ന് വിവരിക്കൂ യാത്രേനെ കുറിച്ച്. എന്താ അളിയന് പറയാനുള്ളേ? ഭയങ്കരായിരുന്നു. അളിയൻ ഭയങ്കര, അളിയൻ ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞ. കുറച്ചും നന്നായിട്ട് സംസാരിക്കും. എന്താണാവോ പറ്റിയത്? കണ്ടോ? വാവ്, നൈസ്. നമുക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ പറ്റും. നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിത് ആഷിക്കിനോട് ഫോട്ടോ എടുക്കാനൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, നല്ല ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം ബ്ലോഗർ ഹസ്ന. ഇനി അവിടേക്ക് കുറേ ഉണ്ടോ? നല്ല പൂക്കള. ഹേയ്, നല്ല രസമുണ്ടല്ലേ? പക്ഷെ ഈ പൂവ് നമുക്ക് പറിക്കാൻ പാടില്ല എന്ന് അവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ പൂവ് പറിക്കാൻ പാടില്ല. നമുക്കത് ഇരിക്കാനും നല്ല ഫോട്ടോസിനും ഒക്കെ പറ്റി നല്ലൊരു പ്ലേസ് ആട്ടോ. പക്ഷെ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്ത് വട്ടവടയ്ക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചതാ. നല്ല ബ്ലോക്ക് കിട്ടി, ഒന്നിനും പറ്റിയില്ല. അത് ഭയങ്കര വിഷമമായി. നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് തിരിച്ചോട്ട് പോന്നു. നമ്മൾ കുറേ നേരം ബ്ലോക്കിൽ പെട്ടാൽ പെട്രോളും സീനായി ആകെ. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്ന് മൂന്നാറിൽ നിന്ന് വന്നിട്ട് വീണ്ടും പെട്രോൾ അടിക്കുക ചെയ്തത്. പിള്ളേരൊക്കെ അവിടെ കളിക്കുക. വാപ്പയും ഉമ്മയുണ്ട് അവരുടെ അടുത്ത്. നമ്മളപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നടക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. യാത്ര നമ്മൾ ഇന്നലെയാണ് ഇറങ്ങിയത്. അപ്പോൾ ഇന്നലെ ഇറങ്ങിയിട്ട് ഒരു 2 മണി, പുലർച്ചെ 2 മണിയൊക്കെ ആയപ്പോൾ എത്തി. പിന്നെ നമുക്ക് റൂം ഒരു 12 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളപ്പോൾ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും റൂമിൽ നിന്ന് പോന്നു സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് നൈറ്റ് ഇവിടെ നിന്ന് പോവാന്നുള്ളൊരിതിലാണ്. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്.
ഇവിടെ പിന്നെ അതെ ഇത്രക്കുള്ള വ്യൂസ്. പിന്നെ അങ്ങോട്ട് നടന്നു പോവാ. നമ്മളിത് പിള്ളേരുടെ അടുത്തേക്ക് വേണ്ടി പോവാണ്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പിള്ളേർ കളിക്കുന്നിടത്തേക്ക് പോവാണ്. പക്ഷെ പോവാണ്. ഇയാനും എന്താ ചെയ്യണേന്നും ഒക്കെ നോക്കാം നമുക്ക്. ഇയാനുൻ്റെ അവസ്ഥ എന്താണ്, പൊന്നുമിനുൻ്റെ അവസ്ഥ എന്താണ്, പാത്തുൻ്റെ അവസ്ഥ എന്താണ്, വാപ്പച്ചി ഉമ്മച്ചി അവരെ നോക്കി വയ്യാണ്ടായോ ഒക്കെ നമുക്ക് അവിടെ ചെന്നിട്ടറിയാം. അതെ ഇയാന് വരുന്നുണ്ട്. വരുന്നല്ലോ വരുന്നല്ലോ. ഇയാന് ചെക്ക എങ്കടാ? അതെവിടെയാ? അവരറ്റത്തെത്തി. വിളിച്ചപ്പോ പാത്തു അവനത് കണ്ടിട്ട് കുറച്ചു നേരം അതൊക്കെ കിടന്ന് ഒഴുകി വീണ്ടും പോവാ. അതിനൊഴുകിച്ചേ ഒഴുകാനാ. സന്തോഷം നോക്ക്. പാത്തോത്തി കൂടെ കയറല്ലേ? ഊഞ്ഞാലാടില്ല വേൻ.